ഇന്ത്യ കണ്ട ഇക്കാലത്തെയും മികച്ച അത്ലറ്റ് ആരാണ്? മിൽഖ സിംഗ് അതോ PT ഉഷയോ? തർക്കങ്ങളുണ്ടാകാം. നേടിയ അനേകം മെഡലുകൾക്കപ്പുറം നേടാനാകാതെ പോയൊരു മെഡലിൻ്റെ പേരിൽ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നവരാണവർ. എന്നാൽ അതിനെ മറികടന്നൊരു സ്വർണ്ണത്തിളക്കവുമായി ഒരാൾ തയ്യാറെടുക്കുന്നുണ്ട്. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച അത്ലറ്റ് എന്ന പെരുമയ്ക്കായി. പേര് നീരജ് ചോപ്ര. 2018 ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവ്ലിൻ ത്രോയിലെ സ്വർണ്ണ മെഡലോടെയാണ് ഇന്ത്യൻ സ്പോർട്സിലെ സൂപ്പർ താര പദവി നീരജ് അരക്കിട്ടുറപ്പിച്ചത്. എറിഞ്ഞ ദൂരം 87.58 മീറ്റർ. 100 വർഷത്തിലേറെയായി രാജ്യം കാത്തിരുന്ന ഒളിമ്പിക്സ് അത്ലറ്റിക് വ്യക്തിഗത സ്വർണം. അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം രണ്ടാമത്തെ ഇന്ത്യൻ വ്യക്തിഗത ഒളിമ്പിക് ചാമ്പ്യൻ. ലോക കായിക മാമാങ്കവേദിയായ ഒളിമ്പിക്സിന്റെ ട്രാക്കിലേക്ക് ഇതിനു മുൻപ് ഇന്ത്യക്ക് നോക്കി ആശ്വസിക്കാനുണ്ടായിരുന്നത് 1960 റോമിൽ മിൽഖ സിംഗും 1984 ലോസ് ഏഞ്ചൽസിൽ PT ഉഷയും 4ാം സ്ഥാനത്ത് ഓടിയെത്തിയത് മാത്രമായിരുന്നു. 2003 പാരീസിൽ അഞ്ജു ബോബി ജോർജ് ചാടിയെടുത്ത വെങ്കലം കഴിഞ്ഞ് 19 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യക്ക് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ മെഡലിനായി. അതും നമ്മൾ നേടി നീരജിലൂടെ. അവിടെ നിർത്തിയില്ല നീരജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, പിന്നെ ഏറെ വിലമതിക്കുന്ന ഡയമണ്ട് ലീഗ് കിരീടം. ടോക്കിയോയിൽ കണ്ടെത്തിയ 87.58 മീറ്റർ ദൂരം ലൊസാനോയിൽ 89.08 മീറ്റർ വരെയായി ഉയർത്തിയ നീരജിന് മുന്നിൽ ഇനിയത്തെ വലിയ ലക്ഷ്യം പാരീസ് ഒളിമ്പിക്സ് ആണ്. 2022 ഒറിഗോണിൽ നീരജ് വെള്ളി അണിഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണമണിഞ്ഞ ആദ്യ ഇന്ത്യൻ ത്രോ താരമായി 2018 ജക്കാർത്തയിൽ മാറിയ നീരജ് 2023 ഹാങ്ഷോയിലും നേട്ടം ആവർത്തിച്ചു. 2022 ലൊസാന ഡയമണ്ട് ലീഗിൽ സ്വർണം എറിഞ്ഞിട്ടതോടെ ലോക അത്ലറ്റിക്സിലെ ഏറ്റവും സവിശേഷ വേദികളൊന്നിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യക്കാരനായി. ലോകത്തെ മുൻനിര താരങ്ങൾ മാത്രം അണിനിരക്കുന്ന ഡയമണ്ട് ലീഗ് മീറ്റുകളിൽ 3 സ്വർണം. 2022 സീസൺ ഫൈനലിൽ സൂറിച്ചിൽ സ്വർണ്ണമണിഞ്ഞതോടെ ഡയമണ്ട് ലീഗ് ചാമ്പ്യൻ പദവി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഇനി മുന്നിലുള്ളത് ഒളിമ്പിക്സിൽ സ്വർണം നിലനിർത്തുന്ന താരമെന്ന സൂപ്പർ ഡ്യൂപ്പർ ബഹുമതിയാണ്. അത് സാധ്യമാക്കിയാൽ സംശയിക്കേണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അത്ലറ്റ് എന്ന തർക്കരഹിത സിംഹാസനത്തിലാകും നീരജ് ചോപ്രയെ കാലം പ്രതിഷ്ഠിക്കുക.